ഹലോ. എഡ്യൂക്കേഷണൽ തോട്ട്സ് ആൻഡ് പ്രാക്ടീസസിൻ്റെ യൂണിറ്റ് 3ലേക്ക് നമുക്ക് പോകാം. കമ്പാരിറ്റീവ്ലി ഇതൊരു ചെറിയ ചാപ്റ്ററാണ്. ഇവിടെ നമ്മൾ മെയിനായിട്ടും കോൺസ്റ്റിറ്റ്യൂഷനെ വെച്ചിട്ടാണ് നോക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് ഡെമോക്രസി, കോൺസെപ്റ്റ്സ് ഓഫ് സെക്യുലറിസം, സോഷ്യലിസം, നാഷണലിസം, ഇൻ്റർനാഷണലിസം, ഇക്വാലിറ്റി, അതിൻ്റെ ഇംപ്ലിക്കേഷൻസ്, പിന്നെ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റിയിൽ ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് വിത്തിൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ഡോക്ടർ അംബേദ്കറിൻ്റെ കോൺട്രിബ്യൂഷൻസ്. ഇത്രയുമാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ഡെമോക്രസിയാണ്. അപ്പോൾ ഒരു ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റ്, പ്രൊമോഷൻ എന്നൊക്കെ പറയുന്നത് എഡ്യൂക്കേഷൻ്റെയും കൂടെ, അതായത് വിദ്യാഭ്യാസത്തിൻ്റെയും കൂടെ ഒരു പ്രൈമറി കൺസേൺ ആണ്. അപ്പോൾ എഡ്യൂക്കേഷനും ഡെമോക്രസിയും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഒരു വളർന്നു വരുന്ന ടീച്ചർ, പ്രോസ്പെക്റ്റീവ് ടീച്ചർ, ഒരു ദ ഫ്യൂച്ചർ ടീച്ചർ, ഒരു ദ ഫ്യൂച്ചർ എഡ്യൂക്കേറ്റർ എന്നുള്ള നിലയ്ക്ക് അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിലുണ്ട്. അപ്പം എന്താണ് ഡെമോക്രസി എന്നുള്ളത് നോക്കാം. അപ്പം ഡെമോക്രസി എന്ന് പറയുന്ന വേർഡിൻ്റെ ടെർമിനോളജി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഗ്രീക്ക് വേർഡ്സ് ആയിട്ടുള്ള ഡെമോസ്, അതിൻ്റെ അർത്ഥം പീപ്പിൾ, ആളുകൾ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്രേഷ്യ, വിച്ച് മീൻസ് പവർ. ഇതിൻ്റെ രണ്ടിനെയും ഒരു കോമ്പിനേഷനാണ് ഡെമോക്രസി, ഡെമോസ് ആൻഡ് ക്രേഷ്യ. ദറ്റ് ഈസ് ഹൗ ഡെമോക്രസി എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്താണ്? പവർ ഓഫ് ദ പീപ്പിൾ. ഇപ്പോൾ ഡെമോസ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ, ക്രേഷ്യ മീൻസ് പവർ ഓഫ് ദ പീപ്പിൾ എന്നാണ് ഡെമോക്രസി എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം. പിന്നെ നമുക്ക് എബ്രഹാം ലിങ്കൻ്റെ ഈ കോട്ട് നമുക്കറിയാം, ഇറ്റ് ഈസ് ദ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗവൺമെൻറ്റിനെ നമുക്ക് ഡെമോക്രസി എന്ന് പറയാം. അപ്പോൾ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അത് ഒരു ഫോം ഓഫ് ഗവൺമെൻറ് മാത്രമല്ല, അതൊരു ജീവിത രീതിയും കൂടിയാണ്. ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഐഡിയാസ് ആണ് ഇൻവോൾവ് ആണെന്ന് നോക്കുകയാണെങ്കിൽ, കൺട്രോൾ ഫോർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, ആളുകളുടെ ഗ്രേറ്റ് ഗുഡ്നെസ്സിന് വേണ്ടിയുള്ള ഒരു കൺട്രോൾ, ബോത്ത് അറ്റ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ലെവൽസ്. അപ്പോൾ ഈ കൺട്രോള് ആദ്യം എക്സേർട്ട് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് എക്സ്റ്റേണൽ കൺട്രോൾ ആണ്. അതിനുശേഷം ഇൻഡിവിജ്വൽസ് സെൽഫ് കൺട്രോൾ എക്സസൈസ് ചെയ്യുകയും ബേസ്ഡ് ഓൺ ദ സോഷ്യൽ വെൽഫെയർ, അങ്ങനെ അവിടെ ഇൻറ്റേർണൽ കൺട്രോളും കൂടെ ഉണ്ടാവുന്നു. അപ്പോൾ ഈ കൺട്രോളൊന്നും എന്തിനുള്ള രീതികളല്ല, ഒരു ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ സപ്രസ് ചെയ്യാനുള്ള രീതികളല്ല. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ടു മെയിൻറ്റെയിൻ സോഷ്യൽ ഓർഡറിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡെമോക്രസിയിൽ പൊളിറ്റിക്കൽ, സോഷ്യൽ, കൾച്ചറൽ ആൻഡ് എക്കണോമിക് ആസ്പെക്ട്സ് ഉണ്ട്. ഇപ്പോൾ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ത് എൻഷുർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു വോട്ടും അതുപോലെ തന്നെ സവേർണിറ്റി ഓഫ് ദ പീപ്പിളും അവിടെ എൻഷുർ ചെയ്യുന്നുണ്ട്. സോഷ്യൽ ഡെമോക്രസി പ്രൊമോട്ട് ചെയ്യുന്നത് ഇക്വാലിറ്റി ബിഫോർ ലോ, ജസ്റ്റിസ് ആൻഡ് എ ക്ലാസ്ലെസ് സൊസൈറ്റി. അവിടെ വലിയ സ്പെഷ്യൽ പ്രിവിലേജസ് ഒന്നുമില്ല. കൾച്ചറൽ ഡെമോക്രസി എന്ത് ഇംപ്ലൈ ചെയ്യുന്നു? റെസ്പെക്ട് ഫോർ ഓൾ കൾച്ചേഴ്സ്. എക്കണോമിക് ഡെമോക്രസി എന്ത് എൻഷുർ ചെയ്യുന്നു? റൈറ്റ് ടു വർക്ക് ആൻഡ് ഏൺ, ജോലി ചെയ്യാനുള്ള അവകാശം. അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസിനെ കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി നമുക്കറിയാം, ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രെറ്റേണിറ്റി. അപ്പോൾ ഈ 4 ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി. ഇനി ഹ്യൂമൻ കോൺഷ്യൻസ്, അതായത് മനുഷ്യ മനസ്സാക്ഷിയുടെ ഡെവലപ്മെൻറ്റ് വെച്ച് അതിന് തുടങ്ങിയപ്പോൾ തന്നെ ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു മേജർ എയിമായിട്ട് ഹ്യൂമൻ ഹിസ്റ്ററിയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡെമോക്രസിയുടെ ഒരു റോൾ എന്ന് പറയുന്നത് ഇപ്പോൾ സൂപ്പർസ്റ്റിഷൻ അല്ലെങ്കിൽ അന്ധവിശ്വാസം, തെറ്റായ വിശ്വാസങ്ങൾ, ഇന്നിക്വാലിറ്റി, ഓപ്രഷൻ, ഇതിൽ നിന്നെല്ലാം ആളുകളെ ഉയർത്തിക്കൊണ്ടുവരിക, കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ് ഡെമോക്രസിയുടെ മേജർ എയിം. അതുപോലെ തന്നെ ഡെമോക്രസി പ്രൊമോട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഒരു സെൻസ് ഓഫ് ബ്രദർഹുഡ്, സഹോദര്യം. അതുപോലെ തന്നെ ദ റെക്കഗ്നേഷൻ ഓഫ് ദി ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് എവറി ഇൻഡിവിജ്വൽ. എല്ലാ മനുഷ്യർക്കും അവരുടേതായ അഭിമാനമുണ്ട്, വർത്ത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഡെമോക്രസി ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ തന്നെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇതൊരു റിച്ച് ഹെറിറ്റേജ് ആണ്. ഇത് ഡെവലപ്പ് ചെയ്തത് മെനി സോഴ്സസിൽ നിന്നാണ്. ഇപ്പോൾ ഏൻഷ്യൻ ടീച്ചിങ്സ് ഉണ്ട്, ഫിലോസഫീസ് ഉണ്ട്, റിലീജിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ ഫ്രീഡത്തിന് വേണ്ടി, ഡെമോക്രസിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹെറിറ്റേജ് നമുക്ക് പല ബുക്സിലും റിഫ്ലക്റ്റ് ചെയ്ത് കാണാം. വേദിക് സ്ക്രിപ്ചേഴ്സിൽ കാണാം, 10 കമാൻഡ്മെൻറ്റ്സിൽ കാണാം, ബിൽ ഓഫ് റൈറ്റ്സിൽ കാണാം, ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മെനിൽ കാണാം, അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൽ കാണാം, ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണാം, ഗെറ്റ്സ്ബർഗ് അഡ്രസ്സിൽ കാണാം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ആൻഡ് ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് UNO. ഇതിലെ എല്ലാം പല
എലമെൻസും അല്ലെങ്കിൽ പല തോട്ട്സും കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക്. അപ്പോൾ ദ കോൺസെപ്റ്റ് ഓഫ് ഡെമോക്രസി ഹാസ് ഇവോൾവ് ഓവർ ടൈം. അതിന് ചേഞ്ചസ് വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കോ വാല്യൂസ് എന്താണ്? അത് സ്റ്റേബിൾ ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ഇനി ഡെമോക്രസിയെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ പ്രധാനമായിട്ടും കൊടുത്തത്. ഇപ്പോൾ ഡെമോക്രസി എംഫസൈസ് ചെയ്യുന്നത് ദ വർത്ത് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് എവറി ഇൻഡിവിജ്വൽ ആൻഡ് കൺസിഡേഴ്സ് every human being as an end, not a means. The sovereignty of the individual recognizes each person as capable of judgment and responsible action. Equal rights are guaranteed to all individuals. Political and social liberties are the main safeguards of individual dignity and equality. Democracy is based on individual opportunity and individual responsibility. അതായത് എല്ലാ മനുഷ്യർക്കും വർത്ത് ഉണ്ട്, ഡിഗ്നിറ്റി ഉണ്ട്, എല്ലാ മനുഷ്യരെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. സവേർണിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ, എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട്, എല്ലാവർക്കും ഒരു ജഡ്ജ്മെൻറ്റിനുള്ള കാപ്പബിലിറ്റി ഉണ്ട്, അവരുടെ ആക്ഷൻസിന് ദേ ആർ ഓൾസോ റെസ്പോൺസിബിൾ. ഈക്വൽ റൈറ്റ്സ് എല്ലാവർക്കും ഉണ്ട്. പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ലിബർട്ടീസ് ഈ സേഫ് ഗാർഡ് ചെയ്യുന്നുണ്ട് ഇൻഡിവിജ്വൽ ഡിഗ്നിറ്റിയും ഇക്വാലിറ്റിയും. ഡെമോക്രസി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഓപ്പർച്യൂണിറ്റിയും ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയും ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി എഡ്യൂക്കേഷൻ ഫോർ ഡെമോക്രസി. ഇപ്പോൾ ആളുകളെ ഡെമോക്രസിയെ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെമോക്രസിയെ ജീവിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഗോളാണ്. അതിലൂടെയാണ് നമുക്ക് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിലൂടെ നമുക്ക് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി ചെയ്യാം, എഡ്യൂക്കേഷൻ ഫോർ ലീഡർഷിപ്പ് ട്രെയിനിങ് ചെയ്യാം, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് വൊക്കേഷണൽ എഫിഷ്യൻസി ആൻഡ് ഡെവലപ്പിംഗ് ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ്. ഇതെല്ലാം മറ്റ് എയിംസ് ഓഫ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഫോർ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അതിൽ നോളേജ് മാത്രമല്ല, അതിൽ പുറമെ അണ്ടർസ്റ്റാൻഡിങ്, ആറ്റിറ്റ്യൂഡ്സ്, ഇൻട്രസ്റ്റ് ആൻഡ് സ്കിൽസ് ലീഡിങ് ടു അസിമുലേഷൻ. അതായത് ഡെമോക്രസിയെക്കുറിച്ചുള്ള അറിവ് മാത്രം പോരാ, അതിനെ മനസ്സിലാക്കണം, അതിനോടൊരു ആറ്റിറ്റ്യൂഡ് വേണം, ഇൻട്രസ്റ്റ് വേണം, സ്കിൽ വേണം, എങ്കിൽ മാത്രമാണ് അതിനോട് എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഒരിക്കലും ഡെമോക്രസി നമുക്കൊരു സബ്ജക്റ്റ് പോലെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നൊന്നുമില്ല. ഡെമോക്രസി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും ഇൻറ്റേർണലൈസ് ചെയ്യുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയും വേണം. ഇതിൻ്റെ ഒരു ട്രെയിനിങ്ങിൽ നമുക്ക് മോറൽ ക്വാളിറ്റീസ് വേണം, clear thinking in daily life, and we also need a knowledge of the modern world. It focuses on developing a good citizen who understands rights and duties. അവൻ്റെ അവകാശങ്ങൾ എന്താണ്, ഡ്യൂട്ടീസ് എന്താണെന്ന് അവൻ മനസ്സിലാക്കണം. അപ്പോൾ ഡെമോക്രസിയിലുള്ളൊരു സിറ്റിസൺ എന്തായിരിക്കണം? ഹി ഹാസ് ബോത്ത് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അവന് അവകാശങ്ങൾ മാത്രമല്ല ഉള്ളത്, അവന് റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള സിറ്റിസൺസിനാണ്. അവർക്ക് അവകാശങ്ങളെക്കുറിച്ചും അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും അറിവുണ്ടായിരിക്കണം. അപ്പം മോറൽ, എത്തിക്കൽ, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ആസ്പെക്ട്സ് ഓഫ് ലൈഫിനെ ഇത് കവർ ചെയ്യുന്നുണ്ട്. സിറ്റിസൺസിനെ ദേ ആർ നോട്ട് ബോൺ, ദേ ആർ മെയ്ഡ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സിറ്റിസൺഷിപ്പ് പല സ്റ്റേജസിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്: ഫാമിലി, സ്കൂൾ, കൺട്രി, വേൾഡ്. അപ്പോൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബീങ് എ സിറ്റിസൺ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ്സ്. ഇത് ഫാമിലിയിൽ നിന്ന് തുടങ്ങുന്നു, സ്കൂളിൽ ചെന്ന് അതിന് സ്ട്രെങ്തൻ ആവുന്നു, അത് നാഷണലി എക്സ്പാൻഡ് ആവുന്നു, ഫൈനലി ബിക്കമിങ് ഗ്ലോബൽ. ഈ സ്റ്റേജസ് എല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണ്, സെപ്പറേറ്റും അല്ല. പക്ഷേ എ ചൈൽഡ് ഹു ഈസ് നോട്ട് ട്രെയിൻഡ് ആസ് എ ഗുഡ് സിറ്റിസൺ ഇൻ ഫാമിലി ഓർ സ്കൂൾ കനോട്ട് ബിക്കം എ ഗുഡ് സിറ്റിസൺ ലേറ്റർ. ഫാമിലിയിലോ സ്കൂളിലോ നല്ലൊരു സിറ്റിസൺ ആവാനുള്ള ഒരു തയ്യാറെടുപ്പ് ഒരു കുട്ടിക്ക് കിട്ടുന്നില്ലെങ്കിൽ അവൻ ഒരിക്കലും പിന്നീട് നല്ലൊരു സിറ്റിസൺ ആവാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ സിറ്റിസൺഷിപ്പ് എഡ്യൂക്കേഷൻ നമ്മൾ വീടുകളിൽ നിന്നും തുടങ്ങണം. അതായത് പല വാല്യൂസും നമ്മൾ അവിടെ നിന്നും കൊടുക്കണം. ടോളറൻസ്, കോപ്പറേഷൻ ആൻഡ് ഫെല്ലോ ഫീലിംഗ്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യണം. ഫാമിലിയാണ് ഒരു കുട്ടിയെ എങ്ങനെയാണ് നമ്മുടെ നീഡ്സും സോഷ്യൽ നീഡ്സും തമ്മിൽ ബാലൻസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. സോ ഇതൊരു മിനിയേച്ചർ സൊസൈറ്റിയാണ്. ഈ സമൂഹത്തിൻ്റെ തന്നെ ചെറിയൊരു അംശമാണ് അല്ലെങ്കിൽ രൂപമാണ്. അവിടെ വെച്ചിട്ടാണ് കുട്ടിയുടെ റൈറ്റ്സും ഡ്യൂട്ടീസും മനസ്സിലാക്കുന്നത്. ഒരു പ്രോപ്പർ ഫാമിലി അറ്റ്മോസ്ഫിയർ മാത്രമാണ് ഈ ഏർലി ഡെമോക്രാറ്റിക് എക്സ്പീരിയൻസസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഫൗണ്ടേഷൻസ് എല്ലാം നമ്മൾ പിന്നീട് സ്കൂളുകളിൽ വെച്ചിട്ടാണ് സ്ട്രെങ്തൻ ചെയ്യുന്നതും എക്സ്പാൻഡ് ചെയ്യുന്നതും. അപ്പോൾ സ്കൂൾസ് എന്ത് ചെയ്യണം? ഈ ഡെമോക്രാറ്റിക് എക്സ്പീരിയൻസിനെ കൂടുതൽ നല്ല രീതിയിൽ ഒരു ലാർജർ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ കുട്ടികളിലേക്ക് എത്തിക്കും. ഓക്കെ, അത് നമ്മൾ ബ്രോഡർ ആക്കി അതിനെ നമ്മളൊന്നും കൂടി ഉയർത്തിക്കൊണ്ടുവന്ന് സോഷ്യൽ ആൻഡ് കമ്മ്യൂണിറ്റി ലോയാലിറ്റീസിലേക്ക് ആക്കണം. അപ്പോൾ സ്കൂള് ഇവിടെ പെർഫോം ചെയ്യുന്നത് 2 ഫങ്ഷൻസ് ആണ്, ഡുവൽ ഫങ്ഷൻ. ഒന്ന്, ഗുഡ് മെമ്പേഴ്സ് ഓഫ് ദ സ്കൂൾ കമ്മ്യൂണിറ്റി ആയി കുട്ടികളെ മാറ്റുക. അതുപോലെ തന്നെ ഒരു വൈഡർ സൊസൈറ്റി, ഇനി അവർ ചെന്ന് കയറാൻ പോകുന്ന സൊസൈറ്റിയിലേക്ക് വേണ്ടിയും അവരെ പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ സ്റ്റുഡൻസിനെ നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരുടെ എബിലിറ്റീസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഫോർ ദ സർവീസ് ഓഫ് കമ്മ്യൂണിറ്റി, നേഷൻ ആൻഡ് ദ വേൾഡ്. അപ്പോൾ തിയററ്റിക്കൽ നോളജ് ഓഫ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് മാത്രം ഇതിന് പോരാ. ഇതിൽ എക്സ്പീരിയൻസുകൾ സപ്പോർട്ട് ചെയ്യണം, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഇൻട്രസ്റ്റുകൾ സപ്പോർട്ട് ചെയ്യണം. കരിക്കുലം ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസും
ഒരു റിയൽ ലൈഫ് ഡെമോക്രാറ്റിക് എക്സ്പീരിയൻസ് കൊടുക്കണം. അതുപോലെ തന്നെ ദേ ഷുഡ് ഓൾസോ ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റീസ് ടു എക്സ്പീരിയൻസ് ദെയർ റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റീസ്, ജോയ്സ് ആൻഡ് ചലഞ്ചസ് ഓഫ് ഡെമോക്രാറ്റിക് ലിവിങ്. ഒരു പ്രോപ്പർ ക്ലാസ് റൂമും ഒരു സ്കൂൾ ക്ലൈമറ്റും കുട്ടികൾക്ക് ലഭിക്കണം. അവിടെ ഡെമോക്രാറ്റിക് വാല്യൂസിനെ സപ്പോർട്ട് ചെയ്യപ്പെടണം. ഡെമോക്രസി എന്ന് പറയുന്നത് പല വംശത്തിൽപ്പെട്ട, പല റിലീജിയനിൽപ്പെട്ട, കാസ്റ്റിൽപ്പെട്ട, കമ്മ്യൂണിറ്റീസിൽപ്പെട്ട എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഒരു പ്രോപ്പർ ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷൻ ആളുകൾ തമ്മിലുള്ള അന്തരങ്ങൾ അല്ലെങ്കിൽ ആ ഡിഫറൻസുകളെ റിഡ്യൂസ് ചെയ്യുന്നതായിരിക്കണം, വിച്ച് അറൈസസ് ഫ്രം ഡൈവേഴ്സിറ്റി. അടുത്ത ചാപ്റ്ററാണ് ചാപ്റ്റർ 14, നാഷണൽ വാല്യൂസ് എൻഷ്രൈൻഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ദിസ് ഈസ് ദ പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആമുഖം. അപ്പോൾ ഇവിടെ പറയുന്നു, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവ് solemnly resolved to constitute India into sovereign, socialist, secular, democratic republic, and to secure to all its citizens justice, liberty, equality, fraternity. So 26th day of November 1949 നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖമാണിത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് അച്ചീവ്മെൻറ്റ് ഓഫ് മോഡേൺ ഇന്ത്യ ആണ്. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യ ഒരു സെക്യുലർ ആയിട്ടുള്ള, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള റിപ്പബ്ലിക് കൺട്രിയാണ്, വിച്ച് ഈസ് കമ്മിറ്റഡ് ടു സോഷ്യലിസം. പ്രിയാമ്പിൾ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അത് തന്നെ കാണിക്കുന്നത് എത്രത്തോളം പവർ ഓരോ സിറ്റിസണും ഉണ്ട് എന്നുള്ളതാണ്. അത് എന്തിനൊക്കെ സെക്യൂർ ചെയ്യാനാണ് എയിം ചെയ്യുന്നത്, എന്തിനൊക്കെ സംരക്ഷിക്കുന്നു? ജസ്റ്റിസ്, social, economic and political, liberty, thought, expression, belief, faith, worship, equality, status and opportunity, and fraternity. അതുപോലെ തന്നെ അത് എൻഷുർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് ദി യൂണിറ്റി ഓഫ് ദ നേഷൻ. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിനും സൊസൈറ്റിക്കും ഹൈലി റിലവൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി ഓരോ ടേംസും നമുക്ക് എന്താണെന്ന് നോക്കാം. ഡെമോക്രസി, എബ്രഹാം ലിങ്കൻ ഡെമോക്രസിയെ ഡിഫൈൻ ചെയ്തത് തന്നെ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതിന് സോഷ്യൽ, എക്കണോമിക്, മോറൽ ആൻഡ് എത്തിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. അതിന് ചില ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ ഡെമോക്രസി ബിലീവ് ചെയ്യുന്നൊരു കാര്യം സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് എവറി ഇൻഡിവിജ്വൽ. അതായത് ഓരോ മനുഷ്യർക്കും ബേസിക് ആയിട്ടുള്ള കുറേ റൈറ്റ്സ് ഉണ്ട്. അവൻ്റെ ജീവൻ, ലിബർട്ടി ആൻഡ് ഹാപ്പിനെസ്, ഇതിനെ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഡെമോക്രസി ബിലീവ്സ് ഇൻ freedom from fear, oppression and exploitation, freedom to live, learn, work and follow religion. നമ്മുടെ മതത്തെ വിശ്വസിക്കാൻ, പിന്തുടരാനുള്ള അവകാശം, ജീവിക്കാനും വർക്ക് ചെയ്യാനുമുള്ള അവകാശം, എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും ഒപ്രഷനിൽ നിന്നും മുക്തമാവാനുള്ള അവകാശം, ആൻഡ് ഫ്രീഡം ഫ്രം ഫിയർ. ഡെമോക്രസി ബിലീവ്സ് ഇൻ ഇക്വാലിറ്റി. Though individuals differ, equal opportunity must be provided to all irrespective of caste, status, sex or economic condition. അതായത് ആളുകൾ ഡിഫറെൻ്റ് ആണെങ്കിലും അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അത് കാസ്റ്റ് ബേസ്ഡ് ആവരുത്, സ്റ്റേറ്റസ് ബേസ്ഡ് ആവരുത്, സെക്സ് ഓർ എക്കണോമിക് കണ്ടീഷൻ ബേസ്ഡ് ആവരുത്. ഡെമോക്രസി ബിലീവ്സ് ഇൻ ഷെയറിംഗ് ഓഫ് പർപ്പസസ് ആൻഡ് ഡിസിഷൻ. എല്ലാ ഇൻഡിവിജ്വലിലും പോളിസി മേക്കിങ്ങിനും സോഷ്യൽ ലൈഫിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുറച്ച് പേര് മാത്രമല്ല ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡെമോക്രസിയുടെ സക്സസ് എന്ന് പറയുന്നത് ഗുഡ് സിറ്റിസൺഷിപ്പിനെയും പ്രോപ്പർ ലീഡർഷിപ്പിനെയും ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഫ്യൂച്ചർ ഓഫ് ദ നേഷൻ നമ്മുടെ ക്ലാസ് റൂമിലാണ് ഷേപ്പ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എഡ്യൂക്കേഷനും എന്ത് ചെയ്യണം? ഒരു ഡെമോക്രാറ്റിക് ഔട്ട്ലുക്ക് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഉണ്ടാക്കാനായിട്ട് നോക്കണം. അപ്പോൾ എൻ്റയർ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഇൻക്ലൂഡിങ് സ്കൂൾ എൻവയോൺമെൻറ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ടു പ്രൊമോട്ട് ഡെമോക്രാറ്റിക് വാല്യൂസ്. അടുത്തതാണ് സോഷ്യലിസം. സോഷ്യലിസം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ. ഇവിടെ നമ്മളുടെ വാട്ട് എവർ ബി ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ കമ്മ്യൂണിറ്റി ഓർ സ്റ്റേറ്റ്. അപ്പോൾ ഇത് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനോട് കണക്റ്റഡ് ആണ്. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കുള്ള എല്ലാ റിസോഴ്സസും യൂട്ടിലൈസ് ചെയ്യണം, ഉപയോഗിക്കണം എഫിഷ്യൻ്റ്ലി, മാക്സിമം നമ്പർ ഓഫ് ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ. അപ്പോൾ സ്റ്റേറ്റിനാണ് ഈ ഒരു റെസ്പോൺസിബിലിറ്റി. കീ ഇൻഡസ്ട്രീസ് മാനേജ് ചെയ്യുക, ഇക്വിറ്റബിളായിട്ട് വെൽത്ത് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ചെയ്യുക. അപ്പോൾ ഇത് സോഷ്യൽ പ്രോഗ്രസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ത്രൂ പ്ലാൻഡ് പ്രോഗ്രാംസ് ആൻഡ് ഇനീഷ്യേറ്റീവ്സ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡ്സ് ഡെമോക്രാറ്റിക് ഇൻ നേച്ചറാണ് ആൻഡ് വിത്തൗട്ട് എനി ഫോഴ്സ്. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് എസെൻഷ്യൽ പാർട്ട് ഓഫ് സോഷ്യലിസ്റ്റ് എക്കണോമിയാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു ഓർഗനൈസ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്. ഈ പ്രോഗ്രാംസ് എല്ലാം പ്ലാൻ ചെയ്യുന്നതും പ്രൊവൈഡ് ചെയ്യുന്നതും സ്റ്റേറ്റ് ആയിരിക്കണം. ഇപ്പോൾ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബർത്ത് റൈറ്റ് ഓഫ് എവറി ഇൻഡിവിജ്വൽ, എല്ലാവരുടെയും ജന്മാവകാശമാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി ഗവൺമെൻറ് ടു പ്രൊവൈഡ് ഇറ്റ്. ഗവൺമെൻറ് ആണ് ഇത് കൊടുക്കേണ്ടത്.
അടുത്തതാണ് സെക്യുലറിസം എന്ന് പറയുന്ന ടോപ്പിക്. സെക്യുലറിസം ഡെമോക്രസിയെ അക്കമ്പനി ചെയ്യുന്ന ഒരു കാര്യമാണ്, എസ്പെഷ്യലി ഇൻ എ മൾട്ടി റിലീജിയസ് സൊസൈറ്റി. ഒരു സ്റ്റേറ്റിന് എ സ്റ്റേറ്റ് ഹാസ് നോ ഒഫീഷ്യൽ റിലീജിയൻ എന്നാണ് പറയുന്നത്. ഒരു ഒഫീഷ്യൽ റിലീജിയൻ ഇല്ല. എല്ലാ സിറ്റിസൺസിനും ഈക്വൽ റൈറ്റ്സ് ഉണ്ട്, പ്രിവിലേജസ് ഉണ്ട്, റിഗാർഡ്ലെസ് ഓഫ് ദ റിലീജിയൻ, കാസ്റ്റ് ആൻഡ് ക്രീഡ്. എല്ലാ ഇൻഡിവിജ്വലിനും ഫ്രീഡം ഉണ്ട് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ. ഏത് റിലീജിയൻ വേണമെങ്കിലും അവർക്ക് പ്രാക്ടീസ് ചെയ്യാം, അതിനെക്കുറിച്ച് സംസാരിക്കാം, അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റേറ്റ് ഇവിടെ ന്യൂട്രലാണ്. അതൊരിക്കലും റിലീജിയസും ആവരുത്, ആൻറ്റി റിലീജിയസും ആവരുത്. എല്ലാ ആളുകൾക്കും സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രൊട്ടക്ഷൻ അത് കൊടുക്കണം. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രിയിൽ, ഒരു മൾട്ടി റിലീജിയസ് കൺട്രിയിൽ സെക്യുലറിസമാണ് യൂണിറ്റിയെയും ഇൻറ്റഗ്രിറ്റിയും നിലനിർത്താൻ സഹായിക്കുന്നത്. എഡ്യൂക്കേഷൻ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്, ഒരു സെക്യുലർ ആൻഡ് പർപ്പസ്ഫുൾ ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ. അപ്പോൾ സെക്യുലറിസം എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ യൂണിറ്റിയുടെ ഒരു സ്ട്രോങ് ഫോഴ്സ് ആയിരിക്കണം. ഒരിക്കലും റിജിഡ് അല്ലെങ്കിൽ കൊയേഴ്സീവായ റിലീജിയസ് അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ആയിട്ടുള്ള റിലീജിയസ് ഇൻഫ്ലുവൻസസ് ഷുഡ് ഡിക്ലൈൻ എമംഗ് യങ്ങർ ജനറേഷൻസ്. അത് താരതമ്യേന കുറഞ്ഞു വരണം എന്നാണ് പറയുന്നത്. അടുത്തത് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇക്വാലിറ്റിയും ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിലെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ എല്ലാ ഇൻഡിവിജ്വൽസും എന്താണ്, ഈക്വൽ ബിഫോർ ദ ലോ ആണ്. അവർക്ക് ഒരു ഡിസ്ക്രിമിനേഷനും ഫേസ് ചെയ്യരുത് അവരുടെ പൊസിഷൻ, റേസ്, കളർ, ക്ലാസ്, റിലീജിയൻ, ലാംഗ്വേജ് ഓർ സെക്സിൻ്റെ ബേസിൽ. അതായത് എങ്കിൽ മാത്രമാണ് ഇവിടെ ഒരു സോഷ്യലിസ്റ്റ് ആൻഡ് ജസ്റ്റിസ് സൊസൈറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെ ഓർഗനൈസ്ഡ് ആയിരിക്കണം, ഒരു ഫീലിംഗ് ഓഫ് ഇക്വാലിറ്റി എമംഗ് ദ സിറ്റിസൺസിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. ഇറ്റ് എൻഷുവേഴ്സ് ദ റിയലൈസേഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആസ് ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എല്ലാ ഇൻഡിവിജ്വലിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടണം ഫോർ എഡ്യൂക്കേഷൻ. എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണം ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ലൈഫ്. പിന്നെ അൺടച്ചബിലിറ്റി പോലെയുള്ള പ്രാക്ടീസസ് എല്ലാം അബോളിഷ്ഡ് ആയിരിക്കണം. അതൊരു ഒഫൻസ്, അതൊരു തെറ്റായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. വുമൺ ഷുഡ് എൻജോയ് ഈക്വൽ സ്റ്റാറ്റസ് ആൻഡ് റൈറ്റ്സ് ആസ് മെൻ. അടുത്ത നാഷണലിസം. ഇതൊരു ഫീലിംഗ് ഓഫ് വൺനെസ് ആൻഡ് യൂണിറ്റി എമംഗ് ദ സിറ്റിസൺസ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ സിറ്റിസൺസ് എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും ഒന്നിച്ചാണ് എന്നുള്ളൊരു തോന്നൽ. ഇതാണ് ആളുകളെ എന്താക്കുന്നത്, കൂട്ടിക്കെട്ടിയ ഒരു രാജ്യത്തിൻ്റെ ഭാഗമാക്കുന്നത്. ഇപ്പോൾ നാഷണലിസം എന്ന് പറയുന്നത് സ്ട്രോങ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഡ്യൂറിങ് ഫ്രീഡം സ്ട്രഗിൾ. ഇപ്പോൾ യൂറോപ്യൻസിന് മുമ്പ് ഇന്ത്യ എന്ന് പറയുന്നത് പല പല സ്മോൾ കിങ്ഡംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിരുന്ന ഒരു രാജ്യമായിരുന്നു. അവിടെ ഒരിക്കലും ഒരു ഒത്തൊരുമ ഉണ്ടായിരുന്നില്ല. നാഷണൽ മൂവ്മെൻറ്റ് ബ്രിട്ടീഷുകാർക്കെതിരെ തുടങ്ങിയതിന് ശേഷമാണ് നാഷണലിസം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഇന്ത്യൻസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ നാഷണലിസം എന്ന് പറയുന്ന ഫീലിങ്ങിനെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് ഒക്കെ റിലേറ്റഡ് ആയിട്ട്. ഇപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്ട്സ് ആണ് നാഷണലിസത്തിൻ്റെ ഫൗണ്ടേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഇതൊരു കീ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയും കൂടിയാണ് ടു റെസ്പെക്ട് ദ നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം ആൻഡ് ദ നാഷണൽ മോണുമെൻറ്റ്സ്. അടുത്തൊരു കോൺസെപ്റ്റാണ് ഇൻ്റർനാഷണലിസം. നാഷണലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നാരോ മൈൻഡഡ് ആവണം, സെൽഫിഷ് ആവണം എന്നുള്ളതല്ല. മറ്റ് രാജ്യങ്ങളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. വി ഹാവ് ടു കോ എക്സിസ്റ്റ് വിത്ത് ദം. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ട് ചെയ്യുന്നത് റെസ്പെക്ട് ഫോർ പീപ്പിൾ ഓഫ് അതർ കൺട്രീസ് അലോങ് വിത്ത് നാഷണൽ പ്രൈഡ് ആണ്. ഇപ്പോൾ ഇൻ്റർനാഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്, വി മസ്റ്റ് ഡെവലപ്പ് എ ഫീലിംഗ് ഓഫ് ഗ്ലോബൽ സിറ്റിസൺഷിപ്പ്. നമ്മൾ ഈ ഭൂമിയുടെയും കൂടെ ഒരു പാർട്ടാണ്. ഇപ്പോൾ വേരിയസ് പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് വിച്ച് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പ്രൊമോട്ട് ഇൻ്റർനാഷണലിസം. ഇത് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി എൻകറേജ് ചെയ്യുന്നുണ്ട്. ഒരു ജസ്റ്റ് നീതിപൂർവ്വം ഓണറബിളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നാഷൻസ് തന്നെ വേണം. ഇൻ്റർനാഷണൽ ലോ ആൻഡ് ട്രീറ്റി ഒബ്ലിഗേഷൻസിനെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പീസ്ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ ഡിസ്പ്യൂട്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ചാപ്റ്ററാണ് ഇക്വാലിറ്റി ഓഫ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്, മീനിങ് ഓഫ് ഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റീസിനൊക്കെ ഈക്വൽ ആക്കുക എന്നുള്ളൊരു എയിം കൂടെ അതിനുണ്ട്, എസ്പെഷ്യലി ഫോർ ദ ബാക്ക്വേർഡ് ആൻഡ് അണ്ടർ പ്രിവിലേജ്ഡ് ഗ്രൂപ്പ്. ഇപ്പോൾ എഡ്യൂക്കേഷന് ഇത്തരം ഗ്രൂപ്പിൽ നിന്നുള്ള ആളുകൾക്ക്, ബാക്ക്വേർഡ് അല്ലെങ്കിൽ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അവരുടെ സാമൂഹിക സാഹചര്യങ്ങൾ എന്താണോ അതിൽ നിന്ന് ഉയർന്നു വരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഇപ്പോൾ ഒരു നീതിപൂർവമായിട്ടുള്ള സൊസൈറ്റി, ജസ്റ്റിസ് സൊസൈറ്റി ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടുന്നുണ്ട് അവരുടെ ടാലൻറ്റ് ഡെവലപ്പ് ചെയ്യാൻ എന്നുള്ളത് ഉറപ്പാക്കണം. ഇതൊരു ഇക്വാലിറ്റേറിയൻ സൊസൈറ്റി വേർ എവരി വൺ ഈസ് ഈക്വൽ, അങ്ങനെ ഒരു സൊസൈറ്റി ബിൽഡ് ചെയ്യുന്നത് വളരെ എസെൻഷ്യലാണ്. ഇത് എക്സ്പ്ലോയിറ്റേഷനെ കുറയ്ക്കുന്നു. ഇപ്പോൾ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിക്കൽ എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നുള്ളതല്ല അർത്ഥമാക്കുന്നത്. ഇൻഡിവിജ്വൽസിന് അവരുടെ എബിലിറ്റീസ്, ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്സ് ഇതിലൊക്കെ ഡിഫറൻസ് ഉണ്ടാകും. അതനുസരിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം. പ്രൊവൈഡിങ് എക്സാക്ട്ലി ദ സെയിം എഡ്യൂക്കേഷൻ ടു എവരി വൺ എന്ന് പറയുന്നത് എന്താണ്, ഇംപ്രാക്ടിക്കലാണ്, ഇന്നെഫക്റ്റീവാണ്. അപ്പോൾ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. അവിടെ യാതൊരു വേർതിരിവുമില്ല. പണമുള്ളവനാണെങ്കിലും പണമില്ലാത്തവനാണെങ്കിലും അവർക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റണം. അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാവണം. എല്ലാ മെറ്റീരിയൽ ആൻഡ് സോഷ്യൽ ബാരിയേഴ്സും അവിടെ റിമൂവ് ചെയ്യണം.
കാസ്റ്റ്, കളർ, ക്രീഡ്, സെക്സ് ഓർ സ്റ്റാറ്റസ് ഒരിക്കലും എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസിനെ റെസ്ട്രിക്റ്റ് ചെയ്യരുത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ എബിലിറ്റിയും ആപ്റ്റിറ്റ്യൂഡിനെയും ബേസ് ചെയ്തിട്ടായിരിക്കണം. അടുത്തത് കോസസ് ഫോർ ഇൻഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു അസമത്വം ഈ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റിയിൽ സംഭവിക്കുന്നത്? ഒന്ന്, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്. പല റീജിയൻസിലും സ്കൂൾസും കോളേജസും ഇല്ല, എസ്പെഷ്യലി റൂറൽ ഓർ റിമോട്ട് ഏരിയാസിൽ. അപ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് ഡെവലപ്ഡ് ഏരിയാസിലുള്ള ആളുകൾക്ക് കിട്ടുന്ന പോലെയുള്ള സെയിം ഓപ്പർച്യൂണിറ്റീസ് കിട്ടില്ല. അങ്ങനെ റീജിയണൽ ഇംബാലൻസസ് പല സ്റ്റേറ്റ്സിലും പല ഡിസ്ട്രിക്ട്സിലും ഉണ്ട്. അടുത്തത് പോവേർട്ടി ഓഫ് എ ലാർജ് സെക്ഷൻ ഓഫ് ദി പോപ്പുലേഷൻ. ഇപ്പോൾ പാവപ്പെട്ട ഫാമിലീസിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഈക്വൽ ചാൻസസ് കിട്ടില്ല. പിന്നെ എക്കണോമിക് കണ്ടീഷനും ഈ എഡ്യൂക്കേഷനെ അസസ് ചെയ്യാൻ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. ഇനി ഡിഫറൻസ് ഇൻ ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ക്വാളിറ്റി സ്കൂൾസും കോളേജസും വേരിയേഷൻ വരുന്നുണ്ട്. അതും ഈ എഡ്യൂക്കേഷണൽ ഇൻഇക്വാലിറ്റിയിലേക്ക് നയിക്കാം. ഇപ്പോൾ റൂറൽ അല്ലെങ്കിൽ വീക്കർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആണെങ്കിൽ അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ പൂറായിരിക്കും. അവിടെ പഠിക്കുന്ന കുട്ടികളുടെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പെർഫോമൻസും വളരെ മോശമായിരിക്കും, പ്രത്യേകിച്ചും കോമ്പറ്റേറ്റീവ് എക്സാംസിൽ. ഡിഫറൻസസ് ഇൻ ഹോം എൻവയോൺമെൻറ്റ്. ഇപ്പോൾ ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു പുവർ ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്കാണെങ്കിൽ അത്ര സപ്പോർട്ടൊന്നും, പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ടും ഫെസിലിറ്റീസും വീട്ടിൽ കിട്ടില്ല. അവർ കുറച്ചും കൂടി ഡിസഡ്വാൻറ്റേജിലാണ് കമ്പയർഡ് ടു ചിൽഡ്രൻ ഫ്രം എഡ്യൂക്കേറ്റഡ് ആൻഡ് ഡെവലപ്ഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ്. ഡിസ്പാരിറ്റി ഇൻ എഡ്യൂക്കേഷൻ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഇപ്പോൾ ഈ കൺസർവേറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇടയിലുള്ള ഒരു വേർതിരിവും എഡ്യൂക്കേഷനെ ബാധിക്കുന്നുണ്ട്. ഈ ഡിസ്പാരിറ്റി എല്ലാ ലെവൽസിലും എല്ലാ സെക്ടേഴ്സ് ഓഫ് എഡ്യൂക്കേഷനിലും നമുക്ക് കാണാം. ഇനി ഫോർവേഡ് ബാക്ക്വേർഡ് ക്ലാസ്സസും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ സോഷ്യൽ ഡിവിഷനും ഈ അൺഈക്വൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ബാക്ക്വേർഡ് ക്ലാസ്സസ് പലപ്പോഴും എഡ്യൂക്കേഷനിലി ഡിസഡ്വാൻറ്റേജ്ഡ് ആണ്. പിന്നെ ഹ്യൂജ് എക്സ്പെൻഡിച്ചർ റിക്വയർഡ് ഫോർ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുമെങ്കിൽ വലിയൊരു സംഖ്യ തന്നെ കണ്ടെത്തണം. ഇപ്പോൾ ബുക്സിൻ്റെ കോസ്റ്റ്, മെറ്റീരിയൽസ്, ആക്ടിവിറ്റീസ്, ഇതിൻ്റെ ഒക്കെ കോസ്റ്റ് എഡ്യൂക്കേഷനെ അത്ര അഫോർഡബിൾ ആക്കുന്നില്ല, അല്ലെങ്കിൽ അൺഅഫോർഡബിൾ ആക്കുന്നു ഫോർ മെനി ഫാമിലീസ്. ഇപ്പോൾ ഫിനാൻഷ്യൽ ബേർഡനും ഈ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഇൻ എഡ്യൂക്കേഷനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ മെഷേഴ്സ് നമ്മൾക്ക് എടുക്കാം ടു പ്രൊമോട്ട് ഇക്വാലിറ്റി? ഒന്ന്, ട്യൂഷൻ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുക. അതായത് എഡ്യൂക്കേഷൻ ഫ്രീ ആയിരിക്കണം, എസ്പെഷ്യലി സ്കൂൾ ലെവലിൽ. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഫ്രീ എഡ്യൂക്കേഷൻ എന്നൊരു രീതിയിലേക്ക് കൺട്രി മൂവ് ചെയ്യണം. റിഡക്ഷൻ ഇൻ അതർ കോസ്റ്റ്. അതായത് കുറേ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ വരാം. ബുക്സ്, യൂണിഫോംസ്, ആക്ടിവിറ്റീസ് ഇതെല്ലാം റെഡ്യൂസ് ചെയ്യണം. ടെക്സ്റ്റ് ബുക്കൊക്കെ പ്രൈമറി ലെവലിൽ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കണം. ബുക്ക് ബാങ്ക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യണം സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷനിൽ. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആവശ്യമുള്ള കുട്ടികൾക്ക് കൊടുക്കണം. സ്കോളർഷിപ്സ് കൊടുക്കണം എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയ സ്റ്റുഡൻസിന്. അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ടാലൻറ്റ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് കൊടുക്കണം, എസ്പെഷ്യലി റൂറൽ ഏരിയാസിൽ. പിന്നെ ഡേ സ്റ്റഡി സെൻറ്റേഴ്സ് ആൻഡ് ലോഡ്ജിങ് ഹൗസസ്, ഫെസിലിറ്റീസ് ഫോർ സ്റ്റുഡൻസ്. അതായത് പ്രോപ്പർ സ്റ്റഡി എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ഇല്ലാത്ത കുട്ടികൾക്ക് അതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ കൊടുക്കണം. ലോഡ്ജിങ് ഫെസിലിറ്റീസ് കൊടുക്കണം. ഏൺ ആൻഡ് ലേൺ ഫെസിലിറ്റീസ്. പിന്നെ കുട്ടികൾക്ക് പഠിക്കുന്നതിനൊപ്പം തന്നെ സമ്പാദിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം. അത് എഡ്യൂക്കേഷൻ എക്സ്പെൻസസിനെ മാനേജ് ചെയ്യുന്നതായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. സ്പെഷ്യൽ ഫെസിലിറ്റീസ് ഫോർ സ്കൂൾസ്. ഗേൾസ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ രൂപവൽക്കരിക്കണം. എഡ്യൂക്കേഷൻ ഓഫ് ബാക്ക്വേർഡ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി, SC ST ആൻഡ് അതർ ബാക്ക്വേർഡ് ക്ലാസ്സസിന് വേണ്ടിയിട്ട് അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കണം. അത് സോഷ്യൽ ഇക്വാലിറ്റിയും നാഷണൽ ഡെവലപ്മെൻറ്റും ഉറപ്പാക്കാൻ വളരെയധികം ആവശ്യമാണ്. അഡ്മിഷൻ പോളിസി, അഡ്മിഷൻസ് ഒരു ഇക്വാലിറ്റേറിയൻ അപ്രോച്ച് കൊടുക്കണം. ദാറ്റ് മീൻസ് എവരി വൺ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വൽ. അപ്പോൾ റൂറൽ ഏരിയാസിൽ നിന്നുള്ള കുട്ടികൾക്ക് ഒരിക്കലും ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവരുത് അവരുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ മറ്റ് ഫാക്ടേഴ്സ് കൊണ്ട്. ഇനി സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു ബാക്ക്വേർഡ് ഏരിയാസ് ഓർ സ്റ്റേറ്റ്സ്. ഗവൺമെൻറ് വേണം റെസ്പോൺസിബിലിറ്റി എടുക്കാൻ. റീജിയണൽ ഡിസ്പാരിറ്റീസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ പ്രോഗ്രാംസും ഇൻസെൻറ്റീവ്സും ഒക്കെ കൊടുക്കണം ഈ ലെസ് ഡെവലപ്ഡ് സ്റ്റേറ്റ്സിനും റീജിയൻസിനും. മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് സ്ലോ ലേണേഴ്സ്. ഇപ്പോൾ സ്ലോ ലേണേഴ്സ് ഒരുപാട് സ്ട്രെസ്സ് റെഗുലർ ക്ലാസ് റൂമിൽ ഫേസ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ വേണ്ടി വരും. റെമഡിയൽ ടീച്ചിങ് ആൻഡ് മോഡിഫൈഡ് കരിക്കുലമൊക്കെ വേണ്ടി വരും. അപ്പോൾ സ്പെഷ്യൽ സ്കൂൾസും സ്പെഷ്യൽ ക്ലാസ്സസ് ഇൻ റെഗുലർ സ്കൂൾസൊക്കെ ഓർഗനൈസ് ചെയ്യാം. അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് അവരുടെ ഇമോഷണൽ സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ ഇംപ്രൂവ് ചെയ്യും. ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സർവീസസും ഇവർക്ക് കൊടുക്കാം. കോമൺ സ്കൂൾ സിസ്റ്റം, ഇത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964 and 66 റെക്കമെൻഡ് ചെയ്തതാണ്. ഒരു കമ്പയറബിൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എല്ലാവർക്കും കൊടുക്കുക, അവരുടെ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് നോക്കാതെ. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മാനേജ്മെൻറ്റ്സിൻ്റെ കീഴിലുള്ള സ്കൂൾസ് തമ്മിലുള്ള ഡിഫറൻസസ് റെഡ്യൂസ് ചെയ്യാം. മിനിമം എസെൻഷ്യൽ സ്റ്റാൻഡേർഡ് എല്ലാ സ്കൂളിലും ഉണ്ടെന്ന് ഉറപ്പാക്കുക. രാജ്യത്തെ എല്ലാ ഭാഗത്തും ഈക്വൽ അക്സസ് ടു എഡ്യൂക്കേഷൻ ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കാം. ഇത് ചെയ്യുന്നതിലൂടെ ദ നീഡ് ഫോർ പ്രൈവറ്റ് ഓർ അൺഈക്വൽ സ്കൂളിംഗ് സിസ്റ്റംസിനുള്ള ആവശ്യം റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. സോഷ്യൽ യൂണിറ്റിയും പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള സെഗ്രിഗേഷൻ അല്ലെങ്കിൽ വേർതിരിവ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പൂർ സ്കൂൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും പറ്റും.
മൾട്ടി പർപ്പസ് സ്കൂൾ ഇത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഡൈവേഴ്സിഫൈഡ് കോഴ്സസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ടു മീറ്റ് ഡിഫറെൻറ്റ് എബിലിറ്റീസ് ആൻഡ് ഇൻട്രസ്റ്റ്. ജനറൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡിനും ഇൻട്രസ്റ്റിനും അനുസരിച്ചിട്ടുള്ള സബ്ജക്ട്സ് ചൂസ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ടെക്നോളജി, കൊമേഴ്സ്, അഗ്രികൾച്ചർ, ഫൈൻ ആർട്സ് ആൻഡ് ഹോം സയൻസസിലൊക്കെ കോഴ്സസ് കൊടുക്കണം. അതുപോലെ തന്നെ അവരുടെ നാച്ചുറൽ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണം. സ്യൂട്ടബിൾ കരിയേഴ്സ് ആഫ്റ്റർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എടുക്കാൻ വേണ്ടി അവരെ ഗൈഡ് ചെയ്യണം. ഇനി എഡ്യൂക്കേഷണൽ നീഡ്സ് ഓഫ് സ്പെഷ്യൽ ഗ്രൂപ്പ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്, ഈക്വൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് പലപ്പോഴും SC/ST, അതർ ബാക്ക്വേർഡ് സെക്ഷൻസ് ഇൻക്ലൂഡിങ് ഗേൾസ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം ടു ഇൻക്രീസ് എൻറോൾമെൻറ്റ് ആൻഡ് റിട്ടൻഷൻ റേറ്റ്സ്, അത് കുട്ടികളെ പഠനം തുടരാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ SC/ST എൻറോൾമെൻറ്റ് പ്രൈമറി സ്റ്റേജിൽ തന്നെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അവരുടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷനേറ്റ് ടു ദെയർ പോപ്പുലേഷൻ ആണ്, ഇറ്റ്സ് റഫലി ആണ്. പക്ഷേ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് ഇപ്പോഴും കൂടുതലാണ്. ഇപ്പോൾ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇത് വെച്ചിട്ട് പ്രൈമറി സ്റ്റേജിൽ 49% ഡ്രോപ്പ് ഔട്ട്സ് SC കമ്മ്യൂണിറ്റിയിൽ നിന്നും 64% ഡ്രോപ്പ് ഔട്ട്സ് ST കമ്മ്യൂണിറ്റിയിലും ഉണ്ട്. അപ്പോൾ പ്രൈമറിയിലാണെങ്കിൽ 68% ആയിട്ടും ഫ്രം SC, 79% ST. ജെൻഡർ ഡിസ്പാരിറ്റീസും, അതായത് ജെൻഡറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വ്യത്യാസങ്ങളും വിസിബിളാണ് എമംഗ് SC ആൻഡ് ST. ഇപ്പോൾ പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്തിനു കൊടുക്കണം? SC ഹാബിറ്റേഷൻസിനേക്കും, ഹാംലെറ്റ്സ്, അതായത് കുട്ടികൾക്ക് അവർക്ക് അത്തരത്തിൽ അവരുടേതായ രീതിയിൽ പഠനം തുടരാൻ ഓപ്പണിംഗ് സ്കൂൾസ് അങ്ങനെ കൊടുക്കുക, അങ്ങനെയുള്ള. സോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്താണ്? SC ഹാബിറ്റേഷൻസ് ആൻഡ് ഹാംലെറ്റ്സ് വൈൽ ഓപ്പണിംഗ് സ്കൂൾസ്. അത് SC/ST കമ്മ്യൂണിറ്റികൾ കൂടുതലായിട്ട് ജീവിക്കുന്നവരുടെ ഏരിയാസിൽ ആയിട്ട് വേണം കൂടുതൽ സ്കൂൾസ് ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ SC ചിൽഡ്രൻ ആർ മെയിൻലി പ്രൊവൈഡഡ് ആക്സസ് ത്രൂ ഫോർമൽ സ്കൂൾസ്. ഇപ്പോൾ ഫോർമൽ സ്കൂളിംഗ് പോസിബിൾ അല്ലെങ്കിൽ നോൺ ഫോർമലോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ എല്ലാ ST ഹാബിറ്റേഷനും പ്രൈമറി അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് അവരുടെ ആ ഏരിയയിൽ ലൊക്കാലിറ്റിയിൽ തന്നെ പ്രൈമറി സ്കൂളോ സ്യൂട്ടബിൾ ഇൻസ്റ്റിറ്റ്യൂഷനോ കൊടുക്കണം. ഇപ്പോൾ ട്രൈബൽ ഏരിയസിലാണെങ്കിൽ എഡ്യൂക്കേഷൻ ഒരു ഇൻറ്റഗ്രേറ്റഡ് മാനറിൽ ചെയ്യാം. പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ, എലമെൻ്ററി എഡ്യൂക്കേഷൻ, അഡൾട്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ ദീസ് ആർ ലിങ്ക്ഡ് ടു അച്ചീവ് ടോട്ടൽ ലിറ്ററസി ഗെയിൻ ചെയ്യുക എന്നുള്ള ഇതിലാണ്. അതിന് പുറമെ നമുക്ക് സ്കോളർഷിപ്സ്, യൂണിഫോംസ്, ടെക്സ്റ്റ് ബുക്സ്, സ്റ്റേഷനറി, മിഡ് ഡേ മീൽസ് ഒക്കെ കൊടുക്കാം. അപ്പോൾ സ്കൂൾസ് FE സെൻറ്റേഴ്സ് ആൻഡ് പ്രീ സ്കൂൾ സെൻറ്റേഴ്സ് ഇൻ SC/ST ഏരിയാസ് ആർ പ്രൊവൈഡ് വിത്ത് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കാം. പിന്നെ ഫെസിലിറ്റീസ് ഒക്കെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നോംസ് ത്രൂ ഡെവലപ്പ് ചെയ്യാം. ഇപ്പോൾ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിൽ ഓൾമോസ്റ്റ് ട്രൈബൽ ഏരിയസിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്കൂൾസും കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുവർ ആയിട്ടുള്ള SC/ST ഫാമിലീസിന് നമുക്ക് ഇൻസെൻറ്റീവ്സ് കൊടുക്കാം ടു സെൻഡ് ചിൽഡ്രൻ, എസ്പെഷ്യലി ഗേൾസ്, ടു സ്കൂൾ. ഇപ്പോൾ ജെൻഡർ ഡിസ്പാരിറ്റീസ് ഇൻ എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ ഈ എൻറോൾമെൻറ്റ് ഓഫ് ഗേൾസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും 46% പ്രൈമറിയിലും 38% അപ്പർ പ്രൈമറി ലെവലിലും മാത്രമേ ഉള്ളൂ. ഇനി ഗേൾസിൻ്റെ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് എന്ന് പറയുന്നത് ബോയ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. റീജിയണൽ ഡിസ്പാരിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിൽ. ഇപ്പോൾ റൂറൽ ഗേൾസ് ഡിസഡ്വാൻറ്റേജഡ് ആണ്, കാരണം അവർക്ക് അത്ര ഫെസിലിറ്റീസ് ഇല്ല. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടികളെ റൂറൽ ആൻഡ് സ്ലം ഏരിയാസിൽ നിന്ന് വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എഫേർട്സ് നടക്കുന്നുണ്ട്. അതിൽ കുറച്ചെണ്ണം ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, ടോട്ടൽ ലിറ്ററസി പ്രോഗ്രാംസ് ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, അക്സസ് ടു റീഡിംഗ് മെറ്റീരിയൽസ്. മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് വുമൺ ടീച്ചേഴ്സ് ഇത്തരം ഏരിയാസിൽ ഉള്ള കുറവാണ്. അപ്പോൾ എഫേർട്സ് മേക്ക് ചെയ്യുന്നുണ്ട് ടു റിക്രൂട്ട് മോർ വുമൺ ടീച്ചേഴ്സ്, ടു പ്രൊവൈഡ് സ്പെഷ്യൽ ടീച്ചർ ട്രെയിനിങ് ഫോർ വുമൺ, ക്വാളിഫൈഡ് വുമൺ ടീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ ആൻഡ് പെർഫോമൻസ് ഓഫ് ഗേൾസ്. ഇനി എന്താണ് ദ കോൺസെപ്റ്റ് ഓഫ് ഇക്വാലിറ്റി? ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീ വാല്യൂസ് ആണ്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ തന്നെ എൻഷുർ ചെയ്യുന്നത് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ ഇക്വാലിറ്റി നമുക്ക് രണ്ട് രീതിയിൽ മനസ്സിലാക്കാം. ഒന്ന് ഫോർമൽ ഇക്വാലിറ്റി എന്നുള്ള രീതിയിലും, രണ്ടാമത്തേത് പ്രൊപ്പോർഷണൽ ഇക്വാലിറ്റി എന്നുള്ള രീതിയിലും. ഫോർമൽ ഇക്വാലിറ്റി എന്താണ്? ദ ലോ ട്രീറ്റ്സ് എവറി വൺ ഈക്വലി. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യനാണ്. No favor is given based on belonging to advantaged or disadvantaged sections. അഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പിലാണോ, ഡിസഡ്വാൻറ്റേജ്ഡ് ആണോ, പ്രിവിലേജ്ഡ് ആണോ, അണ്ടർ പ്രിവിലേജ്ഡ് ആണോ, ഇതൊന്നും വെച്ചിട്ട് ഒരിക്കലും ഒരു ഫേവർ മാർക്കും കൊടുക്കുന്നില്ല. രണ്ടാമത്തെ കൈൻഡ് ഓഫ് ഇക്വാലിറ്റിയാണ് പ്രൊപ്പോർഷണൽ ഇക്വാലിറ്റി. ദ സ്റ്റേറ്റ് ടേക്സ് അഫർമേറ്റീവ് ആക്ഷൻ ഇൻ ഫേവർ ഓഫ് ഡിസഡ്വാൻറ്റേജ്ഡ് സെക്ഷൻസ്. ഡിസഡ്വാൻറ്റേജ്ഡ് സെക്ഷനിൽ നിന്ന് ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഫേവറായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുക. ഇറ്റ് വർക്ക്സ് വിത്തിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് ലിബറൽ ഡെമോക്രസി. ഇപ്പോൾ ലിബറൽ ഡെമോക്രസിയിലാണ് ഇത്
ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 16 ഈ പ്രൊപ്പോർഷണൽ ഇക്വാലിറ്റി ഇന്ത്യയിൽ എൻഷുർ ചെയ്യുന്ന ഒന്നാണ്. അടുത്ത കോൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ്. ജസ്റ്റിസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി കൺസിഡർഡ് ഇൻ ടേംസ് ഓഫ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ഇപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് എന്താണ്? ഇവിടെ സോഷ്യൽ ജസ്റ്റിസ് കൺസേൺഡ് വിത്ത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബെനഫിറ്റ്സ് ആൻഡ് ബർഡൻസ് ആൻഡ് പല സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുമാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രോപ്പർട്ടി സിസ്റ്റം ആൻഡ് പബ്ലിക് ഓർഗനൈസേഷൻ. ഇപ്പോൾ സോഷ്യൽ ഇൻജസ്റ്റിസ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പല ഗ്രൂപ്പിനെയും അല്ലെങ്കിൽ പല കമ്മ്യൂണിറ്റിയും അൺടച്ചബിൾസ് ആയിട്ട് ട്രീറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ആർട്ടിക്കിൾ 19 അബോളിഷ് ചെയ്തിട്ടുണ്ട്, അൺടച്ചബിലിറ്റിയെ നിർത്തലാക്കിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 25 allows the state to open public Hindu temples to all, including untouchables. ഈ രണ്ടെണ്ണമാണ് സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷനിൽ നടപ്പാക്കിയിട്ടുള്ളത്. അടുത്തത് എക്കണോമിക് ജസ്റ്റിസ്, വിച്ച് മീൻസ് ദ ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എമംഗ് ഓൾ സിറ്റിസൺസ്. അതായത് പണമുള്ളവനും പണമില്ലാത്തവനും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഒരു ലാക്ക് ഓഫ് എക്കണോമിക് ജസ്റ്റിസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് കൺട്രിയാണ്. അപ്പോൾ വെൽത്ത് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കണം? സ്റ്റേറ്റ് ആയിരിക്കണം. അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. പിന്നെ വരുന്നതാണ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. ഇപ്പോൾ പൊളിറ്റിക്കൽ റൈറ്റ്സ് ഓഫ് ഓൾ സിറ്റിസൺ ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കുക. അഡൾട്ട് ഫ്രാഞ്ചൈസ് റൈറ്റ് ടു വോട്ട് എല്ലാവർക്കും ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കുക. മൾട്ടി പാർട്ടി ഡെമോക്രാറ്റിക് സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പാക്കുക. എല്ലാ സിറ്റിസണും പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഇൻക്ലൂഡിങ് എലക്ഷൻ. ഇനി ഡിഫറൻഷ്യൽ സ്കൂൾ സിസ്റ്റം ആൻഡ് ദ ഐഡിയ ഓഫ് കോമൺ നൈബർഹുഡ് സ്കൂൾസ്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൺട്രി ഓഫ് ഡൈവേഴ്സിറ്റീസ് വിത്ത് എ ലോങ് ഹിസ്റ്ററി ഓഫ് ഡിഫറെൻറ്റ് ഒരുപാട് സ്കൂളിംഗ് സിസ്റ്റംസ് ഉണ്ട്. ഇപ്പോൾ ഗുരുകുല സിസ്റ്റം ഉണ്ട്, മോഡേൺ സ്കൂൾസ് ഉണ്ട്, ഇപ്പോൾ മൾട്ടിപ്പിൾ മോഡൽസ് ഓഫ് സ്കൂൾ സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിലാണെങ്കിൽ CBSE സിലബസും സ്റ്റേറ്റ് സിലബസും ആണ്. ഇപ്പോൾ അതറിയപ്പെടുന്ന എന്താണ്? സെൻട്രൽ സ്കൂൾസ് ആൻഡ് സ്റ്റേറ്റ് സ്കൂൾസ് എന്നാണ്. ഇപ്പോൾ സെൻട്രൽ സ്കൂൾസ് CBSEയുടെ കീഴിലും സ്റ്റേറ്റ് സ്കൂൾസ് സ്റ്റേറ്റ് ബോർഡിൻ്റെ കീഴിലുമാണ്. അപ്പോൾ സ്കൂൾസിനെ നമുക്ക് പിന്നെയും ക്ലാസിഫൈ ചെയ്യാം. കോമൺ സ്കൂൾസ് ഉണ്ട്. കോമൺ സ്കൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഗവൺമെൻറ് സ്കൂൾസ് എന്ന് പറയുന്നത് തന്നെയാണ്. ഫുള്ളി ഫണ്ടഡ് ബൈ ദ ഗവൺമെൻറ്. എയ്ഡഡ് സ്കൂൾസ് ഉണ്ട്, ഫണ്ടഡ് ബൈ ഗവൺമെൻറ് ബട്ട് മാനേജ്ഡ് ബൈ പ്രൈവറ്റ് ഏജൻസീസ്. പിന്നെ വരുന്നതാണ് അൺഎയ്ഡഡ് സ്കൂൾസ്, വിച്ച് മീൻസ് ഫുള്ളി മാനേജ്ഡ് ആൻഡ് ഓൺഡ് ബൈ പ്രൈവറ്റ് ഏജൻസീസ്. ഇപ്പോൾ ഈ ഡിഫറൻഷ്യൽ സ്കൂൾ സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റീൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് അതിനെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നതാണ് ദ നൈബർഹുഡ് സ്കൂൾ കോൺസെപ്റ്റ്. ഇത് പ്രപ്പോസ് ചെയ്തത് കൊത്താരി കമ്മീഷനാണ് 1966. ഇതിപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് RTയുടെ ഭാഗമാണ്. ഇപ്പോൾ നൈബർഹുഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ റെസിഡൻസിൽ നിന്നും ഒരു വാക്കിംഗ് ഡിസ്റ്റൻസിൽ ഒരു സ്കൂൾ ഉണ്ടായിരിക്കണം. അപ്പോൾ കുട്ടികളെ എന്താണ് ഒരുപാട് ദൂരേക്ക് സ്കൂളിങ്ങിന് വേണ്ടി അയക്കേണ്ടതായിട്ട് വരില്ല. അപ്പോൾ ഇത് എംഫസൈസ് ചെയ്യുന്നത് ഒരു സേഫ് ആൻഡ് ആക്സസിബിൾ ഡിസ്റ്റൻസിൽ തന്നെ സ്കൂൾസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ RT ആക്ട് പ്രകാരം പ്രൈമറി ലെവൽ ക്ലാസ് 1 to 5 പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 1 kilometer ഡിസ്റ്റൻസിൽ ഒരു സ്കൂൾ വേണം. ക്ലാസ് 6 to 8 അപ്പർ പ്രൈമറി ലെവലിൽ 3 kilometer ഡിസ്റ്റൻസിലും ഒരു സ്കൂൾ വേണം. ഇപ്പോൾ കേരള റൂൾസ് പ്രകാരം ഡിസ്റ്റൻസ് മേ ബി റെഡ്യൂസ്ഡ് ഇൻ ഏരിയാസ് വിത്ത് ഡിഫിക്കൽട്ട് ടെറൈൻ, ലാൻഡ് സ്ലൈഡ്സ്, ഫ്ലഡ്സ് ഒക്കെ ഉള്ളത് ഇവിടെ ഈ ഡിസ്റ്റൻസ് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇപ്പോൾ സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ആർ മെയ്ഡ് ഒരു നോ സ്കൂൾ എക്സിറ്റ്സ് ഇൻ സ്മോൾ ഹാബിറ്റേഷൻസ്. ചെറിയ പ്രദേശങ്ങളിൽ ചെറിയ ഏരിയയിൽ ഒരു സ്കൂളും ഇല്ലെങ്കിൽ അവർക്ക് സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് കൊടുക്കാം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് നൈബർഹുഡ് സ്കൂൾസ് ഉണ്ട് എല്ലാ കുട്ടികൾക്കും എന്നുള്ളത് ഈ RTI ഇംപ്ലിമെൻറ്റേഷനുള്ളിൽ 3 വർഷത്തിനുള്ളിൽ തന്നെ ഉണ്ടെന്ന് ഉള്ളത് ഉറപ്പാക്കുക. ലാസ്റ്റ് ചാപ്റ്ററാണ് ചാപ്റ്റർ 17, Equity and Equality, Individual Opportunity and Social Justice and Dignity, with a special reference to the contributions of Dr. Ambedkar. Dr. B.R. Ambedkar, ഇദ്ദേഹമാണ് ദ ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇദ്ദേഹം ഇന്ത്യൻ സൊസൈറ്റിയുടെ പാറ്റേൺസും പ്രോബ്ലംസും ഒക്കെ വളരെയധികം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സമൂഹത്തിലുള്ള ഡിഫറെൻറ്റ് സെക്ഷൻസ്, അവരുടെ ആസ്പിരേഷൻസ്, അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സും അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ ജസ്റ്റിസും സോഷ്യൽ ഡെമോക്രസിയും അച്ചീവ് ചെയ്യുക ബേസ്ഡ് ഓൺ വൺ മാൻ വൺ വാല്യൂ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ എയിം. അപ്പോൾ ഇക്വാലിറ്റിയും ജസ്റ്റിസിനെയുമാണ് അദ്ദേഹം നാഷണലിസത്തിൻ്റെയും പേട്രിയോട്ടിസത്തിൻ്റെയും ഫൗണ്ടേഷനായിട്ട് കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫെർട്ടേണിറ്റി ബേസ്ഡ് ആയിരിക്കണം. അപ്പോൾ സോഷ്യൽ ജസ്റ്റിസിൻ്റെ എയിം എന്താണ്? എല്ലാ തരത്തിലുള്ള ഇൻഇക്വാലിറ്റീസും ബേസ്ഡ് ഓൺ കാസ്റ്റ്, റേസ്, സെക്സ്, പവർ, പൊസിഷൻ ആൻഡ് വെൽത്ത് റിമൂവ് ചെയ്യാം. സോഷ്യൽ ജസ്റ്റിസ് എന്ത് എൻഷുർ ചെയ്യുക? ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റിസോഴ്സസ് എന്നുള്ളത് ഉറപ്പാക്കാം. ഇനി ഇക്വിറ്റി വേഴ്സസ് ഇക്വാലിറ്റി.
ഇക്വിറ്റി, ഇക്വാലിറ്റി ഇത് രണ്ടും സിമിലർ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്, പക്ഷേ ഡിഫറെൻറ്റുമാണ്. ഇത് രണ്ടും നമ്മുടെ പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ റിഫ്ലക്റ്റഡ് ആണ്. ഇക്വിറ്റി മീൻസ് ഫെയർനെസ് ഓർ ജസ്റ്റിസ്, നീതി എന്നുള്ളതാണ്. ഇത് എന്തുറപ്പാക്കുന്നു? ഫെയർ ട്രീറ്റ്മെൻ്റ് ആണ്, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആണ് എന്നുള്ളത് ഉറപ്പാക്കുന്നു. ഇനി ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഈക്വൽ സ്റ്റാറ്റസ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്നാണ് അർത്ഥം. ഇത് എന്തിനാണ് എതിർക്കുന്നത്? ജെൻഡർ, കാസ്റ്റ്, ക്ലാസ്, ക്രീഡ് ഇത് ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷനെ അല്ലെങ്കിൽ വേർതിരിവിനെ ഇത് എതിർക്കുന്നു. അപ്പോൾ സ്റ്റാറ്റസും ഓപ്പർച്യൂണിറ്റിയും ഇൻഡിവിജ്വൽ എബിലിറ്റിയും ഇൻട്രസ്റ്റിനെയും ബേസ് ചെയ്തിട്ടായിരിക്കണം. ഇനി എന്താണ് ഇൻഡിവിജ്വൽ ഓപ്പർച്യൂണിറ്റി? അപ്പോൾ അംബേദ്കർ പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻഡിവിജ്വൽ ഓപ്പർച്യൂണിറ്റിയെ സേഫ് ഗാർഡ് ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു? ഇൻഡിവിജ്വൽ റൈറ്റ്സ് ത്രൂ പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷനിലൂടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് ഓൺ ദ ബേസിക്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. ഇതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ ഒരിക്കലും സ്റ്റേറ്റ് വിച്ച് മീൻസ് ഇന്ത്യ ആസ് എ സ്റ്റേറ്റ് ഒരിക്കലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്. ഒരിക്കലും എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിലോ ഓഫീസ് അണ്ടർ ദ സ്റ്റേറ്റിലോ ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ നിലനിൽക്കരുത്. ഇനി റിസർവേഷൻ ഓഫ് അപ്പോയിൻമെൻറ്റ്സ് ആൻഡ് പോസ്റ്റേഴ്സ് ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് നോട്ട് അഡ്വക്കേറ്റ്ലി റെപ്രസെൻറ്റഡ് ഇൻ സർവീസസ്. ഇനി റിസർവേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സർവീസസിലും മറ്റും ഈ ബാക്ക്വേർഡ് ക്ലാസസിന് ക്ലിയർ ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ഇല്ല എങ്കിൽ അത്തരത്തിലുള്ള റിസർവേഷൻ നടത്താം എന്നുള്ളതാണ്. അടുത്തത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഡിഗ്നിറ്റി. അപ്പോൾ ഇന്ത്യ ഒരു ബെറ്റർ ആൻഡ് നീതിപൂർവമായിട്ടുള്ളൊരു സോഷ്യോ എക്കണോമിക് ഓർഡറിന് വേണ്ടി സ്ട്രൈവ് ചെയ്യാണ്. അപ്പോൾ ഒരു ന്യൂ സോഷ്യോ എക്കണോമിക് മോഡൽ വേണം. അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഇക്വാലിറ്റീസ് റിമൂവ് ചെയ്യുക, ഈക്വൽ ഓപ്പർച്യൂണിറ്റി, സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ ലൈഫിലേക്ക് അക്സസിബിലിറ്റി കൊടുക്കുക എല്ലാവർക്കും. അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഐഡിയ ഓഫ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസിൻ്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വെൽത്ത്, അസറ്റ്സ്, പ്രിവിലേജസ് ആൻഡ് അഡ്വാൻറ്റേജസ് ആണ്. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് ഒരു കോമൺ ഗുഡ് ഓഫ് എ സൊസൈറ്റി ആണ്, ഒരു ഇൻഡിവിജ്വൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ല. രണ്ട് മേജർ കോൺസെപ്റ്റ് ആണ് ഈ സോഷ്യൽ ജസ്റ്റിസിനുള്ളത്, ബേസ്ഡ് ഓൺ മെറിറ്റ് ആൻഡ് ഡിസേർട്ട് ആൻഡ് ബേസ്ഡ് ഓൺ നീഡ്സ് ആൻഡ് ഇക്വാലിറ്റി. ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹെറിഡിറ്ററി പ്രിവിലേജസിനെ എൻഡ് ചെയ്യുക, ഒരു ഓപ്പൺ സൊസൈറ്റിയെ പ്രൊമോട്ട് ചെയ്യുക, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക, ടാലൻറ്റിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുക. സെക്കൻഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗുഡ്സ് എല്ലാ ഇൻഡിവിജ്വൽ നീഡ്സിനനുസരിച്ച് വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, മെറ്റീരിയൽ ഇക്വാലിറ്റി വേണം. SC, ST ആൻഡ് വുമൺ ഹിസ്റ്റോറിക്കലി സഫർ ചെയ്യുന്ന ഗ്രൂപ്പാണ്. അതിന് കാരണം കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസുമാണ്. അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു കോമ്പൻസേറ്ററി ജസ്റ്റിസ് ആണ്, ഈ ഡിസഡ്വാൻറ്റേജസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം ടു ദ മെയിൻ സ്ട്രീം ഓഫ് നാഷണൽ ലൈഫ്. അപ്പോൾ ഈ ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ എന്തുണ്ടാക്കും? സോഷ്യൽ ഇംബാലൻസ്, ടെൻഷൻ, അനാർക്കി ആൻഡ് ഡിസോബീഡിയൻസ് ടു ലോ ഉണ്ടാക്കും. അപ്പോൾ അംബേദ്കറിൻ്റെ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് യൂണിറ്റി ആൻഡ് ഇക്വാലിറ്റി ഓഫ് ഓൾ ഹ്യൂമൻ ബീങ്സ് ആണ്. ഈക്വൽ വർത്ത് ഓഫ് മെൻ ആൻഡ് വുമണെ അവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, അവിടെ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് വീക്ക് ആൻഡ് ലോലിക്ക്. അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സിന് വാല്യൂസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ലൈക്ക് സിമ്പതി, ടോളറൻസ്, ചാരിറ്റി ആൻഡ് ഹ്യൂമൻ ട്രീറ്റ്മെൻറ്റ്. ഇത് എൻഷുർ ചെയ്യുന്നുണ്ട് ദ ഡിഗ്നിറ്റി ഓഫ് ഓൾ സിറ്റിസൺ ആൻഡ് അബോളിഷൻ ഓഫ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് പ്രോപ്പർട്ടി ഫോർ ഓൾ, ഗുഡ് വിൽ ആൻഡ് ജെന്റിൽനെസ്. And it also gives importance to fraternity and emotional integration. Man-made inequalities എന്തൊക്കെയുണ്ടോ അതൊക്കെ റിമൂവ് ചെയ്യുക ത്രൂ ലോ, മൊറാലിറ്റി ആൻഡ് പബ്ലിക് കോൺഷ്യൻസ് ആണ് അദ്ദേഹത്തിൻ്റെ എയിം. അപ്പോൾ അദ്ദേഹം സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റിക്ക് ഹി അഡ്വക്കേറ്റ്സ് ജസ്റ്റിസ് ഫോർ എ സസ്റ്റൈനബിൾ സൊസൈറ്റി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ യൂണിറ്റ് 3 NCR.